2026 ഐപിഎല്ലിലെ 42ാമത്തെ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഒരു മികച്ച ജയം സ്വന്തമാക്കി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ച് 2026 ഏപ്രിൽ 30 വ്യാഴാഴ്ചയായിരുന്നു ഈ വാശിയേറിയ പോരാട്ടം നടന്നത്. സീസൺ മുന്നോട്ടു പോകുമ്പോൾ പ്ലേ ഓഫ് സാധ്യതകൾക്ക് കരുത്തു പകരുന്ന ടൈറ്റൻസിന് വളരെ നിർണായകമായ ഒരു ജയമായിരുന്നു ഇത്. പോയിന്റ് പട്ടികയിൽ ബംഗളൂരു 2ാം സ്ഥാനത്തുണ്ടായിരുന്നു, കളിക്ക് ശേഷം ഗുജറാത്ത് 5ാമതും. പക്ഷേ ലക്ഷ്യം വിജയകരമായി പിന്തുടർന്നതിലൂടെ അവരുടെ നിശ്ചയദാർഢ്യം വ്യക്തമായി. ടൈറ്റൻസിന്റെ ബാറ്റിംഗ് നിരയെ മുന്നിൽ നിന്ന് നയിച്ചത് നായകൻ ശുഭ്മാൻ ഗില്ലായിരുന്നു. വെറും 18 പന്തിൽ നിന്ന് അതിവേഗം 43 റൺസാണ് ഗിൽ നേടിയത്. ലക്ഷ്യം പിന്തുടരാൻ ആവശ്യമായ ഊർജ്ജം നൽകിയത് ഗില്ലിന്റെ ഈ തകർപ്പൻ തുടക്കമാണ്. ബൌളിംഗിൽ പരിചയസമ്പന്നനായ പേസർ ഭുവനേശ്വർ കുമാർ തിളങ്ങി. 4 ഓവറിൽ വെറും 28 റൺസ് മാത്രം വഴങ്ങി 3 നിർണായക വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത്. കളിയിലെ താരം, പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് ഓൾറൗണ്ടർ ജേസൺ ഹോൾഡറാണ്. 29 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തിയ അദ്ദേഹം 10 പന്തിൽ 12 റൺസെടുത്ത് ഇന്നിംഗ്സിന് കരുത്തു പകരുകയും ചെയ്തു. സ്വന്തം നാട്ടിലെ കാണികൾക്ക് മുന്നിൽ ഗുജറാത്തിന് ഈ നിർണായക വിജയം സമ്മാനിച്ചത് ഈ താരങ്ങളുടെ മികച്ച വ്യക്തിഗത പ്രകടനങ്ങളാണ്. ടാറ്റ IPL 2026 എന്ന പേരിൽ നടക്കുന്ന 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഈ പ്രമുഖ 2020 ക്രിക്കറ്റ് ലീഗിന്റെ 19ാം പതിപ്പാണ്. മാർച്ച് 28 മുതൽ മെയ് 31 വരെ നടക്കുന്ന 74 മത്സരങ്ങളിൽ 10 ടീമുകളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു RCB 2025 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ച് തങ്ങളുടെ ആദ്യ IPL കിരീടം നേടിയാണ് ഈ സീസണിൽ കളിക്കാനിറങ്ങുന്നത്. 2025 ആ അവിസ്മരണീയ ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിനാണ് അവർ പരാജയപ്പെടുത്തിയത്. ഈ സീസണിലെ പോരാട്ടം ഇപ്പോഴും കടുപ്പത്തിലാണ്. ഓരോ മത്സരവും ടീമുകളുടെ പോയിന്റ് നിലയിലും പ്ലേ ഓഫ് സാധ്യതകളിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. 2026 ഗുജറാത്ത് ടൈറ്റൻസിന്റെ ടീമിൽ അനുഭവസമ്പന്നരായ താരങ്ങളും യുവപ്രതിഭകളും ഒത്തുചേർന്നിട്ടുണ്ട്. തകർപ്പൻ ബാറ്റിംഗിന് പേരുകേട്ട ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്നെയാണ് ടീമിനെ നയിക്കുന്നത്. അർഷദ് ഖാൻ, രാഹുൽ തെവാട്ടിയ തുടങ്ങിയ ഓൾറൗണ്ടർമാരും ടീമിലുണ്ട്. ടീമിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഇരുവരും നിർണായകമാണ്. 2026 സീസണിൽ വലിയ താരമാറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ടീമിൽ ജോസ് ബട്ട്ലർ, മുഹമ്മദ് സിറാജ് എന്നിവരെ പോലുള്ള പ്രമുഖ താരങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. ടൂർണമെന്റിൽ കൂടുതൽ മുന്നേറാനും ടീമിന്റെ മത്സരശേഷി വർദ്ധിപ്പിക്കാനുമുള്ള തന്ത്രപരമായ നീക്കങ്ങളായാണ് ഈ പുതിയ കൂട്ടിച്ചേർക്കലുകളെ വിലയിരുത്തുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ ഈ കളി ഗുജറാത്ത് ടൈറ്റൻസിന് ശരിക്കും നിർണായകമായിരുന്നു കേട്ടോ. കാരണം ഈ കളി ജയിച്ചതോടെ അവർക്ക് പ്ലേ ഓഫ് റേസിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റി. നിലവിൽ ആദ്യ 4 ടീമുകൾ തമ്മിൽ നല്ലൊരു അകലം, അതായത് നല്ലൊരു ലീഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ടാറ്റ IPL 2026 നോക്കൌട്ടിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ ഗുജറാത്തിന് ഇനിയും ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കളി തോറ്റെങ്കിലും സീസണിലുടനീളം അവർ കാഴ്ചവെച്ച സ്ഥിരതയാർന്ന പ്രകടനം കാരണം ഇപ്പോഴും ശക്തമായ 2ാം സ്ഥാനത്തുണ്ട്. നിലവിലെ ചാമ്പ്യന്മാർ എന്ന നിലയിൽ അവരുടെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്നത് വ്യക്തമാക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ലീഗ് ഘട്ടം തീരാറായി. അതുകൊണ്ട് 2 ടീമിനും കടുത്ത മത്സരങ്ങളാണ് ഇനി വരാനുള്ളത്. ഗുജറാത്ത് ടൈറ്റൻസ് ഈ അടുത്ത് കിട്ടിയ ആ ഒരു മുന്നേറ്റം മുതലെടുക്കാൻ ശ്രമിക്കും. ശുഭ്മാൻ ഗിൽ, ജേസൺ ഹോൾഡർ, മുഹമ്മദ് സിറാജ് എന്നിവരെ പോലുള്ള കളിക്കാർക്ക് ഇനിയുള്ള കളികളിൽ പ്രധാനപ്പെട്ട റോളുകൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രജത് പാട്ടീദാറിന്റെ ക്യാപ്റ്റൻസിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാവട്ടെ അവരുടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കാനും പ്രധാനപ്പെട്ട പ്ലേ ഓഫ് റൗണ്ടുകൾക്കായി ഒരുങ്ങാനും നോക്കും. നിലവിലെ ചാമ്പ്യന്മാർ എന്ന നിലയിലുള്ള അവരുടെ ആ ഒരു അനുഭവം പ്ലേ ഓഫിൽ അവർക്ക് വലിയൊരു മുതൽക്കൂട്ടാവും തീർച്ച. എന്തായാലും IPL 2026 സീസണിന്റെ ഇനിയുള്ള ഭാഗം കൂടുതൽ ആവേശകരമായ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്നുറപ്പാണ്. കിരീടത്തിനായി ടീമുകൾ തമ്മിൽ ഒരു വലിയ യുദ്ധം തന്നെ നടക്കും.